സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം എങ്ങനെ പ്രാപിക്കാമെന്ന് യേശു നമുക്ക് പറഞ്ഞു തരുന്നു. യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും യേശുവിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ നിന്ദയും പരിഹാസങ്ങളും സഹിക്കേണ്ടി വന്നേക്കാം. അവരോട് യേശു പറയുന്നു, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു കൊള്ളുകയും. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ എന്ന് മത്തായി സുവിശേഷം 5:11-12 വചനങ്ങളിൽ നാം വായിക്കുന്നു. മറ്റുള്ളവരെ രഹസ്യമായി സഹായിക്കുമ്പോൾ അതിന് സ്വർഗത്തിൽ വലിയ പ്രതിഫലം ഉണ്ട്. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. മത്തായി സുവിശേഷം 6-ാം അതിൻ്റെ 3-4 വചനങ്ങൾ. പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന് മത്തായി സുവിശേഷം 6-ാം അതിൻ്റെ 6-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. ഭക്ഷണം വെടിഞ്ഞ് ഉപവസിക്കുന്നവർക്കും സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്ന് മത്തായി സുവിശേഷം 6:17-18 വചനങ്ങളിൽ നാം വായിക്കുന്നു. പ്രവാചകന്മാരെയും നീതിമാന്മാരെയും ശുശ്രൂഷകന്മാരെയും ദൈവവിശ്വാസികളെയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കും സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ട്. പ്രവാചകൻ എന്ന് വച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മത്തായി സുവിശേഷം 10:41 നാം വായിക്കുന്നു. ദൈവവേലയ്ക്ക് നൽകുന്ന ചെറുതും വലുതുമായ ദാനങ്ങൾക്കും സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം ഉണ്ട് എന്ന് കർത്താവ് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മത്തായി സുവിശേഷം 10-ാം അതിൻ്റെ 42-ാമത് വചനം. നമ്മെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വർദ്ധിക്കുകയാകുന്നു. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരമിച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ ആകും എന്ന് ലൂക്കോസ് 6:35 നാം വായിക്കുന്നു. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അതിന് സ്വർഗം പ്രതിഫലം തരും. നാം ഭൂമിയിൽ എന്ത് നിക്ഷേപിച്ചാലും അവയൊക്കെ ചാമ്പലാകും. എന്നാൽ പൊന്ന്, വെള്ളി എന്നിവ തീയിലൂടെ പോയാലും ശോഭയോടെ പുറത്തു വരും. ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ എന്നും നിലനിൽക്കും. അതിന് സ്വർഗം പ്രതിഫലം നൽകുകയും ചെയ്യും. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും എന്ന് 1 കൊരിന്ത്യർ 3
11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും സ്വർഗം പ്രതിഫലം നൽകുന്നു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? എബ്രായ ലേഖനം 11 അധ്യായം 6 വചനം. ദൈവവചനം പ്രമാണിച്ച് മരണം വരെ ജീവിച്ചാൽ അതിന് വലിയൊരു പ്രതിഫലം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട് എന്ന് 19-ാം സങ്കീർത്തനം 10-11 വചനങ്ങൾ നാം വായിക്കുന്നു. നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും പ്രതിഫലമുണ്ട്. നല്ലതാണെങ്കിലും തിന്മയാണെങ്കിലും. അതിനാൽ യഹോവയെ ഭയപ്പെട്ട് വചനം പ്രമാണിച്ച് നാം ജീവിക്കണം. കാരണം പ്രതിഫലം നൽകുവാൻ യേശു എത്രയും വേഗം സമാഗതമാകുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട് എന്ന് വെളിപ്പാട് പുസ്തകം 22-12 വചനത്തിൽ നാം വായിക്കുന്നു. ദൈവ കൽപ്പനകൾ പാലിച്ച് നമുക്ക് ജീവിക്കാം. അങ്ങനെ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന മഹാപ്രതിഫലം പ്രാപിക്കുവാൻ കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.